നെയ്മർ ടു ബാഴ്സലോണ. എന്താ മനുഷ്യ ഇവിടെ നടക്കുന്നത്? നെയ്മർ വീണ്ടും ബാഴ്സയിലേക്കോ? നെയ്മർ ഇനി എങ്ങനെ ബാഴ്സയിലേക്ക് വരും? കാരണം നെയ്മറിന് അൽ ഹിലാലിൽ തന്നെ കളിക്കാൻ വയ്യ. നെയ്മറിൻ്റെ കളി അത്ര മികച്ചതല്ല, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഇഞ്ചറിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നെയ്മറിനെ എങ്ങനെ ബാഴ്സ വീണ്ടും സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഹൗ ഇറ്റ്സ് പോസിബിൾ? എങ്ങനെ അത് പോസിബിൾ ആകുന്നു? പുറത്തു നിന്ന് നോക്കുന്ന നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് അതൊരു ഫേക്ക് ന്യൂസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. നെയ്മർ ബാഴ്സയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ ബാഴ്സയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെ ആയിരിക്കും, ആ വരവും കാര്യങ്ങളും. പക്ഷേ കളി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നെയ്മർ അങ്ങനെ ഇനിയും വീണ്ടും ബാഴ്സയിലേക്ക് എത്തുമോ? എന്തായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ? നെയ്മർ ഇനി ഏത് ക്ലബ്ബിലേക്കായിരിക്കും പോകാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, അൽ ഹിലാൽ നെയ്മറിനെ തീർച്ചയായിട്ടും അൽ ഹിലാലും നെയ്മറും തമ്മിലുള്ള കോൺട്രാക്റ്റ് ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. ഇനി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നെയ്മർ ഇനി ചേക്കാറാനുള്ള സാധ്യതയുള്ള മൂന്ന് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞ് റൂമർ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത്, ഒന്ന് MLS ക്ലബ്ബിലേക്ക് പോകും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള സാൻഡോസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹോമിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബാഴ്സയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നു. ആ വാർത്തൻ്റെ സത്യാവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നെയ്മറിനെ പോലത്തെ ഒരു പ്ലെയറിനെ ഇനി ബാഴ്സ സൈൻ ചെയ്യുമെന്ന് ഒരിക്കലും തോന്നില്ല. ബാഴ്സൻ്റെ ഇപ്പോഴത്തെ പ്ലെയേഴ്സ് മികച്ച പ്ലെയേഴ്സാണ്. കുറച്ചും കൂടി ഒന്ന് അവരെ ബൂസ്റ്റ് ചെയ്താൽ മതി. മികച്ചൊരു ടീം തന്നെ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ടീം ബാഴ്സക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റയൽ മാഡ്രിഡ് കളിക്കുന്ന സമയത്ത് ബാഴ്സ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബാഴ്സ തോൽക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിജയം, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു ടീമാക്കി മാറ്റാൻ ഇപ്പോഴുള്ള പ്ലെയേഴ്സിനെ നിന്ന് ബൂസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നെയ്മറിനെ സൈൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നെയ്മറെ പോലത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ട് ഇനി ബാഴ്സക്ക് എന്താണ് നേട്ടമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ, നെയ്മർ ടു ബാഴ്സലോണ ഞാൻ റൂൾ ഔട്ട് ചെയ്തു. അതുമാത്രമല്ല, കഴിഞ്ഞ ബെൻഫിക്കോമായിട്ടുള്ള കളിയിൽ ബാഴ്സലോണ മികച്ച കൺബാക്കിലൂടെ വിജയിച്ച കളിക്ക് ശേഷം നടന്ന ഇൻ്റർവ്യൂവിൽ ബാഴ്സൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള ഡീഗോയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, നെയ്മറുമായിട്ടുള്ള ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി റൂൾ ഔട്ട് ചെയ്തു, അദ്ദേഹം സാൻഡോസിലേക്ക് പോകുന്നതാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെയ്മർ ടു ബാഴ്സലോണ റൂൾ ഔട്ട് നമ്മൾ ചെയ്തു. ഇനി 2 ക്ലബ്ബുകളാണ് സാധ്യതയുള്ളത്. ഒന്ന് ബ്രസീലിയൻ, അദ്ദേഹത്തിൻ്റെ ഹോമായിട്ടുള്ള സാൻഡോസ്, അതല്ലാന്നുണ്ടെങ്കിൽ MLS. 2 സൈഡിലേക്കും നെയ്മർ പോകാനുള്ള സാധ്യതകളുണ്ട്. MLS അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ലയണൽ മെസ്സി ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സാൻഡോസിലേക്ക്. തീർച്ചയായിട്ടും നെയ്മർ ഇനി മികച്ച ക്ലബ്ബിലൊന്നും കളിക്കാനുള്ള സാധ്യതകളില്ല. MLS ഏതെങ്കിലും ഒരു ക്ലബ്ബ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലത്തെ സാൻഡോസിൽ കളിക്കാനാണ് സാധ്യത. MLS ചിക്കാഗോ എന്നുള്ള ക്ലബ്ബാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സോ മേ ബി ടു ചിക്കാഗോ, അതർവൈസ് സാൻഡോസിലേക്കാകാം. തീർച്ചയായിട്ടും നെയ്മർ ടു ബാഴ്സലോണ എൻ്റെ ഒപ്പീനിയൻ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു ട്രാൻസ്ഫറാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറസ് മൈൻ.